ഹൈ ഡിയേഴ്സ്, എല്ലാവർക്കും എജുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 4ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. സെക്കൻഡ് ടേം മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷാണ് സബ്ജക്റ്റ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. 4ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കാണ് ആവശ്യമെങ്കിൽ STD for ന്യൂ ടെക്സ്റ്റ് ബുക്ക് എന്ന പ്ലേലിസ്റ്റിലും, അതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറാണ് ആവശ്യമെങ്കിൽ STD for ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആക്ടിവിറ്റി ഫസ്റ്റ് നോക്കൂ. റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ. നമുക്ക് താഴെ ഒരു സ്റ്റോറി തന്നിട്ടുണ്ട് അല്ലേ. എന്ത് സ്റ്റോറിയാണ് നമുക്ക് നോക്കാലോ. എ ടോട്ടോയിസ് വാസ് റെസ്റ്റിംഗ് അണ്ടർ എ ട്രീ. ഒരു ടോട്ടോയിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആമ മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. എ ബേർഡ് ഹാഡ് ഇറ്റ്സ് നെസ്റ്റ് ഓൺ എ ബ്രാഞ്ച് ഓഫ് ദ സെയിം ട്രീ. അതേ മരത്തിൻ്റെ ഒരു കൊമ്പിൽ ഒരു കിളിക്ക് കൂടുണ്ട്. ലുക്കിംഗ് അറ്റ് ദ നെസ്റ്റ് ദ ടോട്ടോയിസ് ലാഫ്ഡ് അറ്റ് ദ ബേർഡ് ആൻഡ് സെഡ്. ആ കൂട് നോക്കിയിട്ട് ടോട്ടോയിസ് കിളിയെ നോക്കി പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, വാട്ട് എ ഷാബി ഹോം യു ഹാവ്. എന്ത് വൃത്തികെട്ട വീടാണ് നിനക്കുള്ളത്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ബ്രോക്കൻ ഡ്രൈ ട്വിഗ്സ്. ഇറ്റ് ഹാസ് നോ റൂഫ്. അതെന്തുകൊണ്ടുണ്ടാക്കിയതാണ്? ഉണങ്ങിയ ചില്ലകൾ കൊണ്ട്, ഉണങ്ങിയ കമ്പുകൾ കൊണ്ടുണ്ടാക്കിയതാണ്. അത് മാത്രമല്ല അതിന് റൂഫും ഇല്ല, മേൽക്കൂരയും ഇല്ല. യെസ് ദോ ഇറ്റ് ലുക്സ് ഡേർട്ടി ടു യു, ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ടു മീ. നിനക്കിത് കാണുമ്പോൾ ഡേർട്ടി ആണെന്ന് തോന്നാം, പക്ഷേ എനിക്കത് ബ്യൂട്ടിഫുൾ ആണ്, മനോഹരമാണ്. ഐ ഹാവ് ബിൽഡ് ഇറ്റ് വർക്കിംഗ് ഹാർഡ്, സോ ഐ ലൈക്ക് ഇറ്റ്. ഞാനിതെൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടുണ്ടാക്കിയതാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ വീട് എനിക്കിഷ്ടമാണ്. റിപ്ലൈഡ് ദ ബേർഡ്. സീ മൈ ബ്യൂട്ടിഫുൾ ഷെൽ, ഹൗ നൈസ് ഇറ്റ് ഈസ്, സെഡ് ദ ടോട്ടോയിസ്. എൻ്റെ ഈ ഷെല്ല് നോക്ക്, എന്ത് മനോഹരമാണ്, ടോട്ടോയിസ് പറഞ്ഞു. ക്യാൻ യു പ്രൊട്ടക്റ്റ് യുവർ ഫാമിലി ഇൻസൈഡ് യുവർ ഷെൽ. നിനക്ക് നിൻ്റെ ഫാമിലിയെ നിൻ്റെ ഷെല്ലിന് താഴെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ദ ബേർഡ് ആസ്ക്ഡ്. നോ, സെഡ് ദ ടോട്ടോയിസ്. ഇല്ല എന്ന് ആമ പറഞ്ഞു. ടോട്ടോയിസ്, മൈ ഹോം ഹാസ് ഇനഫ് സ്പേസ് ഫോർ മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ദാറ്റ് ഈസ് വൈ ഐ കോൾ മൈ നെസ്റ്റ് എ സ്വീറ്റ് ഹോം. പക്ഷേ എൻ്റെ വീട് എങ്ങനെയാണ്? എൻ്റെ വീട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും ഒക്കെ നിൽക്കാനുള്ള സ്പേസ് എൻ്റെ കൂടിനുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ വീട് സ്വീറ്റ് ഹോമാണ് എന്ന് ഞാൻ പറയുന്നത്. ദ ടോട്ടോയിസ് ഫെൽറ്റ് അഷേംഡ്. ഇറ്റ് ഹാഡ് നോ വേർഡ്സ് ടു റിപ്ലൈ. ആമയ്ക്ക് നാണക്കേട് തോന്നി. അവൻക്ക് മറുപടി പറയാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയൊരു കഥയാണ് നമ്മളിപ്പോൾ വായിച്ചത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. നൗ ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഇനി താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. ഹൂ ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. ആരൊക്കെയാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ? ബ്രാക്കറ്റിൽ ഓപ്ഷൻസ് ഉണ്ട്. എ ബേർഡ് ആൻഡ് എ റാബിറ്റ്, എ റാബിറ്റ് ആൻഡ് എ ടോട്ടോയിസ്, എ ടോട്ടോയിസ് ആൻഡ് എ ബേർഡ്. ഏതൊക്കെയാ മക്കളെ? എ ടോട്ടോയിസ് ആൻഡ് എ ബേർഡ് അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ബേർഡ് ബിൽറ്റ് ഇറ്റ്സ് നെസ്റ്റ് വിത്ത് ഡാഷ്. എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ബ്രാക്കറ്റിലുണ്ട് ലീവ്സ്, ബ്രോക്കൺ ഡ്രൈ ട്വിഗ്സ്, മഡ്. എങ്ങനെയാണ് കൂടുണ്ടാക്കിയിട്ടുള്ളത്? ബ്രോക്കൺ ഡ്രൈ ട്വിഗ്സ് ഉപയോഗിച്ചിട്ടല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് എ വേർഡ് ഫ്രം ദ സ്റ്റോറി വിച്ച് മീൻസ് ടോപ്പ് കവറിങ് ഓഫ് ബിൽഡിംഗ്. മേൽക്കൂര എന്ന അർത്ഥം വരുന്ന ഒരു വേർഡ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമ്മുടെ ബ്രാക്കറ്റിലുണ്ട് സ്പേസ്, റൂഫ്, ഷെല്ല്. ഏതാ മക്കളെ? റൂഫാണല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡിഡ് ദ ടോട്ടോയിസ് ഫീൽ അഷേംഡ്. എന്തുകൊണ്ടാണ് ടോട്ടോയിസിന് നാണക്കേട് തോന്നിയത്? പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദ റൈറ്റ് ആൻസർ. ശരിയായ ഉത്തരത്തിന് നേരെ ടിക്ക് ഇടാനാണ് പറയുന്നത് കേട്ടോ. 3 ഓപ്ഷൻസുകളുണ്ട്. ഹീ കനോട്ട് ഫ്ലൈ ഹൈ. അതിന് ഉയരെ പറക്കാൻ കഴിയാത്തത് കൊണ്ട്. ഹീ കനോട്ട് പ്രൊട്ടക്റ്റ് ഹിസ് ഫാമിലി ഇൻസൈഡ് ഹിസ് ഷെൽ. അവൻ്റെ ഷെല്ലിന് താഴെ അവൻ്റെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട്. ഹീ കനോട്ട് റൺ ഫാസ്റ്റ്. അവന് സ്പീഡിൽ ഓടാൻ കഴിയാത്തത് കൊണ്ട്. എന്തുകൊണ്ടാണ്? സെക്കൻഡ് ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഹീ കനോട്ട് പ്രൊട്ടക്റ്റ് ഹിസ് ഫാമിലി ഇൻസൈഡ് ഹിസ് ഷെൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡസ് ദ ബേർഡ് കോൾ ഇറ്റ്സ് നെസ്റ്റ് എ സ്വീറ്റ് ഹോം. എന്തുകൊണ്ടാണ് ആ ബേർഡ് അതിൻ്റെ കൂടിനെ സ്വീറ്റ് ഹോം എന്ന് വിളിക്കുന്നത്? എന്താണ് കാരണം? ബിക്കോസ് ഹെർ ഹോം ഹാസ് ഇനഫ് സ്പേസ് ഫോർ ഹെർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അവളുടെ കൂട്ടുകാരികൾക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ കഴിയാനുള്ള സ്പേസ് എന്തിനുണ്ട്? അവളുടെ സ്വീറ്റ് ഹോമിനുണ്ട്. അതുകൊണ്ടാണ് സ്വീറ്റ് ഹോം എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 2. ദ വില്ലേജേഴ്സ് ബിക്കെയിം ഹാപ്പി ആഫ്റ്റർ ടേസ്റ്റിംഗ് ദ ഡെലീഷ്യസ് സൂപ്പ്. വില്ലേജേഴ്സ് ആ സൂപ്പ് ടേസ്റ്റ് ചെയ്തതിന് ശേഷം
അവർക്ക് എല്ലാവർക്കും നല്ല സന്തോഷമായല്ലേ. ദേ ആസ്ക്ഡ് ദ യങ് ട്രാവലർ ടു സ്റ്റേ വിത്ത് ദം. അവരുടെ കൂടെ തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടി അവർ ട്രാവലറോട് ചോദിച്ചു. എ റിപ്പോർട്ടർ വാണ്ടഡ് ടു പബ്ലിഷ് ദ ന്യൂസ് ഇൻ എ ലോക്കൽ ന്യൂസ് പേപ്പർ. പ്രിപ്പയർ സം ക്വസ്റ്റ്യൻസ് ദ റിപ്പോർട്ടർ മേ ആസ്ക് ദ യങ് ട്രാവലർ. എന്താണ് ആ റിപ്പോർട്ടറിന് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരു ന്യൂസ് പേപ്പറിൽ കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ട്രാവലറോട് ചോദിക്കാൻ സാധ്യതയുള്ള 3 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനാണ് പറയുന്നത്. അവിടെ തന്നെ ആൻസേഴ്സ് തന്നിട്ടുണ്ട്. നോക്കൂ, വേർ ആർ യു ഫ്രം? നിങ്ങൾ എവിടെ നിന്നാണ്? ഹൂ ഗേവ് യു ദ ഐഡിയ ഓഫ് ദ സ്റ്റോൺ സൂപ്പ്? സ്റ്റോൺ സൂപ്പ് എന്ന ഐഡിയ ആരാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? ഹൗ ഡിഡ് യു റീച്ച് ദിസ് വില്ലേജ്? നിങ്ങൾ എങ്ങനെയാണ് ഈ വില്ലേജിലെത്തിയത്? അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് ട്രാവലറോട് ചോദിക്കാവുന്നതാണല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 3. പുച്കു റീച്ച്ഡ് എ ലൈബ്രറി. പുച്കു ലൈബ്രറിയിലെത്തി. ഷീ വാണ്ടഡ് സം സ്റ്റോറി ബുക്ക്. അവൾക്ക് കുറച്ച് സ്റ്റോറി ബുക്സ് ഒക്കെ വേണം. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ പുച്കു ആൻഡ് ദ ലൈബ്രറിയൻ. അപ്പോൾ പുച്കുവും ലൈബ്രറിയും തമ്മിലുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത് കേട്ടോ. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ലൈബ്രറിയൻ: ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ടുഡേ? ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കേണ്ടത്? പുച്കു: ഐ ഫിനിഷ്ഡ് റീഡിങ് ഓൾ മൈ ബുക്സ്. ക്യാൻ യു പ്ലീസ് ഗിവ് മീ മോർ സ്റ്റോറി ബുക്സ്? ഞാൻ എൻ്റെ എല്ലാ ബുക്കുകളും വായിച്ചു കഴിഞ്ഞു. നിങ്ങൾ എനിക്ക് കുറച്ച് സ്റ്റോറി ബുക്സ് കൂടി തരുമോ? ലൈബ്രറിയൻ: വൈ നോട്ട്? പിന്നെന്താ? പ്ലീസ് കം വിത്ത് മീ. എൻ്റെ കൂടെ വരൂ. പുച്കു: താങ്ക് യു. ലൈബ്രറിയൻ: വാട്ട് കൈൻഡ് ഓഫ് ബുക്സ് ഡു യു ലൈക്ക്? നിനക്ക് എങ്ങനത്തെ പുസ്തകങ്ങളാണ് ഇഷ്ടം? പുച്കു: I have read all the books on the bottom shelf. Now I need the books on the top shelf. ഞാൻ താഴെയുള്ള എല്ലാ ബുക്കും വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിനി മുകളിലത്തെ ഷെൽഫിലെ ബുക്സാണ് ആവശ്യം. ലൈബ്രറിയൻ: ഓക്കെ, ഐ വിൽ ഗെറ്റ് ഇറ്റ് ഫോർ യു. ഓക്കെ, ഞാൻ നിനക്ക് എടുത്തു തരാം. പുച്കു: താങ്ക് യു, ഇറ്റ്സ് വെരി നൈസ് ഓഫ് യു. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടൊരു കോൺവെർസേഷനാണ് നമ്മൾ നോക്കിയത്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റീസിലേക്ക് പോവാട്ടോ. ആക്ടിവിറ്റി 4 നോക്കൂ. ദ ഷൂ മേക്കർ ആൻഡ് ഹിസ് വൈഫ് സ്റ്റാർട്ടഡ് എ ന്യൂ ഷോപ്പ്. ഷൂ മേക്കറും വൈഫും കൂടി എന്ത് ചെയ്തു? പുതിയ ഷോപ്പൊക്കെ ഉണ്ടാക്കി. ദേ വർക്ക്ഡ് ഹാർഡ് ആൻഡ് മേഡ് വണ്ടർഫുൾ ലെതർ ഐറ്റംസ്. അവർ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? കവിതയാണല്ലേ, പോയമാണ്. സോ ആഡഡ് മോർ ലൈൻസ് ആണ് ക്വസ്റ്റ്യൻ കേട്ടോ. ദേ സാങ് ജോയ്ഫുള്ളി ടുഗെദർ. അവർ സന്തോഷത്തോടെ പാടി. അവിടെ ക്യാപ്സിൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ട് അല്ലേ, തൊപ്പികളുടെ. അപ്പോൾ തൊപ്പിയെ കുറിച്ചുള്ള പാട്ടാണ്. 4 ലൈൻസാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഹിയർ ആർ സം ക്യാപ്സ്, പ്രെറ്റി ന്യൂ ക്യാപ്സ്, വിയർ ദം ഓൺ യുവർ ഹെഡ്സ് ആൻഡ് പ്ലേ എലോങ് സ്മാർട്ട്. ഓക്കെ, ഇവിടെ കുറച്ച് തൊപ്പികളുണ്ട്. നിങ്ങളുടെ തലയിൽ ധരിക്കൂ, എന്നിട്ട് കളിക്കൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് പിക്ചർ എന്താണ്? ബാഗിൻ്റെ പിക്ചറാണല്ലേ. ബാഗിനെ കുറിച്ച് 4 വരി നമ്മളോട് പാടാനാണ്, എഴുതാനാണ് പറയുന്നത് കേട്ടോ. ഹിയർ ആർ സം ബാഗ്സ്, സ്റ്റേഡി ന്യൂ ബാഗ്സ്, ക്യാരി ഓൾ യുവർ തിങ്സ് ആൻഡ് ബൈ ഇറ്റ് ഫോർ ദ കിഡ്സ്. എന്താണ്? ഇവിടെ കുറച്ച് ബാഗുകളുണ്ട്. സ്റ്റേഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല കരുത്തുള്ള, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബാഗുകളുണ്ട്. നിങ്ങളുടെ എല്ലാ തിങ്സും ക്യാരി ചെയ്യാൻ പറ്റുന്ന ബാഗാണ്. കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കൂ എന്നാണ് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് പിക്ചർ എന്താണ്? ഷൂസിൻ്റെ ഫോട്ടോസാണ് തന്നിട്ടുള്ളത്. ഷൂവിനെ കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് എഴുതാം? ഹിയർ ആർ സം ഷൂസ്, ഷൈനി ന്യൂ ഷൂസ്, വോക്ക് ഇൻ ദം വിത്ത് ജോയ് ആൻഡ് പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇവിടെ കുറച്ച് ഷൂ ഉണ്ട്. നല്ല ഷൈനിങ് ആയിട്ടുള്ള ഷൂ ആണ്. നിങ്ങൾക്കതിട്ട് സന്തോഷത്തോടെ നടക്കാം, പിന്നെ കൂട്ടുകാരൊത്ത് കളിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ ആണോ തരുന്നത് അതിനനുസരിച്ച് വേണം പോയംസ് ഫില്ല് ചെയ്യാൻ, ലൈൻസുകൾ എഴുതി കൊടുക്കാൻ കേട്ടോ. ഇനി ആക്ടിവിറ്റി 5 നോക്കൂ. The young traveler prepared stone soup with the help of the villagers. അപ്പോൾ യങ് ട്രാവലർ വില്ലേജേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി സ്റ്റോൺ സൂപ്പൊക്കെ പ്രിപ്പയർ ചെയ്തു. ദ വില്ലേജേഴ്സ് ആൻഡ് ദ ട്രാവലർ ബിക്കെയിം ഹാപ്പി. അവർ നല്ല സന്തോഷമായല്ലേ. ദാറ്റ് നൈറ്റ് ഹി റോട്ടഡ് ഹിസ് ഫീലിങ്സ് ഇൻ ഹിസ് ഡയറി. ആ ദിവസം അവൻ്റെ ഫീലിങ്സൊക്കെ ഡയറിയിൽ എഴുതി. റൈറ്റ് ദ ലൈക്ലി ഡയറി എൻട്രി. നിങ്ങളോട് എന്താണ്? നമ്മുടെ ട്രാവലറിൻ്റെ ഡയറി എഴുതാനാണ് പറയുന്നത്. നമുക്കതൊന്ന് എഴുതി നോക്കാം കേട്ടോ. ടുഡേ ഈസ് എ ഹാപ്പി ഡേ. വെൻ ഐ റീച്ച്ഡ് ദിസ് വില്ലേജ് ഐ തോട്ട് ദ വില്ലേജേഴ്സ് വെർ നോട്ട് ഫ്രണ്ട്ലി. എന്താണ്? ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമാണ്. ഞാൻ ഈ വില്ലേജിലേക്ക് ആദ്യം വന്നപ്പോൾ ഇവിടുത്തെ വില്ലേജേഴ്സ് ആരും ഫ്രണ്ട്ലി അല്ല എന്നാണ് എനിക്ക് തോന്നിയത്. ബട്ട് ദേ വർ ഗുഡ് പീപ്പിൾ. പക്ഷെ അവരെല്ലാവരും എന്താണ്? നല്ല ആളുകളാണ്. വെൻ ഐ സ്റ്റാർട്ടഡ് മേക്കിംഗ് സൂപ്പ് ദേ ഓൾ ഹെൽപ്ഡ് മീ.
ഞാൻ സൂപ്പ് ഉണ്ടാക്കാൻ നിന്നപ്പോൾ അവരെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തു. ദേ വർ ട്രൂലി ഇന്നസെന്റ്. അവരെല്ലാവരും എന്താണ്? ഇന്നസെൻസ് ആണ്, അഥവാ നിഷ്കളങ്കരാണ്. ദേ ബിലീവ്ഡ് ദാറ്റ് ഇറ്റ് വാസ് സ്റ്റോൺ സൂപ്പ്. അവർ സ്റ്റോൺ സൂപ്പ് ആണെന്ന് വിശ്വസിച്ചു. വെൻ ഐ റിവീൽഡ് ദ സീക്രട്ട് ദേ ബിക്കാം ഹാപ്പി. ഞാൻ അതല്ല എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ആ സീക്രട്ട് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമാണ് ഉണ്ടായത്. നൗ ദേ നോ ദാറ്റ് ഷെയറിങ് ഫുഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ അവർക്ക് എന്താ അറിയാം? ഷെയറിങ് ഫുഡ് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം എന്നവർക്കറിയാം. ഐ നെവർ ഫോർഗെറ്റ് ദിസ് ടൈം. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ചെറിയൊരു ഡയറി എൻട്രിയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. മക്കൾക്ക് അഥവാ ഡയറി ചോദിച്ചാൽ ഈ രീതിയിൽ എഴുതാം കേട്ടോ. പിന്നെ ഡേറ്റും അതുപോലെ തീയതിയും ദിവസവും എഴുതാൻ മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 6. ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ്. ലുക്ക് അറ്റ് ദ പിക്ചർ. ദ മേജർ ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. നമുക്ക് എന്താണ് അവിടെ പിക്ചർ സ്റ്റോറി ആണല്ലേ തന്നിട്ടുള്ളത്. പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അതിന് സ്റ്റോറി നമ്മൾ എഴുതണം. ഡെവലപ്പ് ദ ഇവൻറ്റ്സ് ഇൻ ടു എ സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്. നമ്മളോട് എന്താണ് സ്റ്റോറി എഴുതാനാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പിക്ചർ നോക്ക്. ലെറ്റ്സ് റേസ് ടുഗെദർ എന്ന് പറയുന്നുണ്ട് അല്ലേ ഒരു കുട്ടി. അപ്പം എന്തായിരിക്കും അവിടെ എഴുതുക? ദ ബോയ് ആൻഡ് ഡോഗ് ആർ അറ്റ് ദ സ്റ്റാർട്ടിംഗ് ലൈൻ ആൻഡ് ദ ബോയ് സേസ് ലെറ്റ്സ് റേസ് ടുഗെദർ. നമുക്ക് ഓടിയാലോ എന്ന് പറയാണ്. രണ്ടാമത്തെ പിക്ചർ എന്താണ്? അവർ രണ്ടുപേരും ഓടാൻ വേണ്ടി തുടങ്ങി. ദേ ബോത്ത് സ്റ്റാർട്ട് റണ്ണിങ്. മൂന്നാമത്തെ എന്താണ്? ഡോഗ് കല്ല് തട്ടി വീഴാൻ പോയല്ലേ. ആസ് ദേ റേസ്ഡ് ദ ഡോഗ് സ്റ്റംബിൾഡ് ആൻഡ് ഫെൽ ഓൺ ടു ദ ഗ്രൗണ്ട്. നാലാമത്തെ എന്താണ്? കുട്ടി ഡോഗിനെ എടുത്തിട്ട് രണ്ടുപേരും കൂടി ഒപ്പം ഓടി വിജയിച്ചു അല്ലേ. വി ബോത്ത് വോൺ എന്ന് പറയുന്നുണ്ട്. ദ ബോയ് ഹോൾഡ് ദ ഡോഗ് ആൻഡ് ക്രോസ് ദ ഫിനിഷിംഗ് ലൈൻ ടുഗെദർ സെലിബ്രേറ്റിംഗ് ദെയർ ഷെയർഡ് വിക്ടറി വിത്ത് ജോയ്. ഓക്കെ, അവർ രണ്ടുപേരും കുട്ടി എന്താ ചെയ്തത്? ഡോഗിനെ ഹോൾഡ് ചെയ്തിട്ട് എടുത്തിട്ട് ഓടാൻ വേണ്ടി തുടങ്ങി. രണ്ടുപേരും ഒപ്പം ഫിനിഷിംഗ് ലൈന് എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു. ഓക്കെ, നമ്മൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവാറുണ്ട് അല്ലേ ഒരു പിക്ചർ സ്റ്റോറി എഴുതാൻ വേണ്ടി. മക്കൾ എക്സാമിന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്തായാലും എഴുതി നോക്കാം കേട്ടോ. സോ മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 6 ആക്ടിവിറ്റീസുകളാണ്. 6 ആക്ടിവിറ്റീസും അതിൻ്റെ ആൻസേഴ്സും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്